നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മെയിൻ ഫോണിൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ഫോൺ, ആദ്യത്തെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ OTP എല്ലാം പോകുന്നത് ആദ്യത്തെ ഫോണിലേക്കായിരിക്കും. കാരണം നിങ്ങളുടെ ആദ്യത്തെ ഒരു മെയിൻ സിമ്മ് ആ ഒരു ഫോണിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ OTP ഇല്ലാതെ, മെയിൻ ഫോണിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഫോണിൽ എങ്ങനെ സൈൻ ഇൻ ചെയ്യാമെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇതിന് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ പറ്റും. അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് സൈനിങ് ഇൻ ടു ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അതിലേക്കൊന്ന് സൈൻ ഇൻ ചെയ്യുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടാൽ മാത്രമേ പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് ഫോൺ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ OTP ലഭിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവുകയുള്ളൂ. അങ്ങനെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തു. ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഓതന്റിക്കേറ്റർ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ സെറ്റപ്പ് എന്നായിരിക്കും കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ പറ്റും. ഈ ഒരു QR കോഡ് നിങ്ങൾക്ക് മറ്റൊരു ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാതെ ഇവിടെ നിങ്ങൾക്ക് താഴെ ക്യാൻഡ് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബോക്സിൽ കാണുന്ന ആ ഒരു വലിയ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും ഒരു ഫോണിൽ, നിങ്ങളുടെ മറ്റൊരു ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും ഒരു ഫോണിൽ ഗൂഗിൾ ഓതന്റിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ആ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മറ്റൊരു ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ എ സെറ്റപ്പ് കീ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വലിയ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിന് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. അതിനുശേഷം അവിടെ ആ ഒരു കോഡ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റേ അക്കൗണ്ട്, ആദ്യത്തെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഈ ഒരു ഫോണിലേക്ക് ആഡ് ആവും. ഫുള്ളായിട്ട് ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് അല്ല ആഡ് ആവുന്നത്, മറിച്ച് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ് ഇവിടെ ആഡ് ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു 6 അക്ക നമ്പറും കാണാം. അടുത്തൊരു ചെറിയ ടൈമർ പോകുന്നതും കാണാം. ഇതാണ് നമ്മൾ സിമ്മിൽ വരുന്ന OTPക്ക് പകരം കൊടുക്കേണ്ടത്. ഈ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്. ആ ഒരു ടൈമർ തീരുന്നതിന് മുന്നേ നമ്മൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ ഈ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത് OTPക്ക് പകരമായിട്ട്. ആ ഒരു നമ്പർ ഓർത്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ മെയിൻ ഫോണിലെ അക്കൗണ്ടിലേക്ക്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പേജിലേക്ക് ഈ ഒരു നമ്പർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ഫോൺ കളഞ്ഞു പോയാലും നിങ്ങൾക്ക് OTP ഇല്ലാതെ നിങ്ങൾ ഓതന്റിക്കേറ്റർ എന്ന് പറഞ്ഞ ആപ്പ് ഇട്ടിരിക്കുന്ന ആ ഒരു ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഫോൺ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. അതായത് ആ മെയിൻ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ പോകുമ്പോൾ അവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഓതന്റിക്കേറ്ററുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് തന്നെയാണോ ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് നോക്കുക. അത് തന്നെയാണെങ്കിൽ ആ ഒരു അക്കൗണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണോ നോക്കുക. ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഫോണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ മെയിൻ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, OTP കിട്ടാനൊരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു ഫോണിൽ ഗൂഗിൾ ഓതന്റിക്കേറ്റർ എന്ന് പറഞ്ഞ ആപ്പിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു കോഡ് വെച്ചിട്ട്, ഒരു OTP വെച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നഷ്ടപ്പെട്ടു പോയ അക്കൗണ്ട് തന്നെയാണോ, ആ ഒരു ഫോണിലെ അക്കൗണ്ട് തന്നെയാണോ ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് നോക്കുക. അല്ലെങ്കിൽ അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നതായിരിക്കും. എവിടെയാണ് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഉള്ളതെന്നുള്ള ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് അവിടെ മാപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു സൗണ്ട് അടുപ്പിക്കാനും, ഒരു അലാം പോലെ സൗണ്ട് അടുപ്പിക്കാനും, പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിലെ കംപ്ലീറ്റ് ഡേറ്റ ഇറേസ് ചെയ്യാനും, മറ്റൊരാളെ ഫോൺ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഫോണിലേക്ക് ഒരു മെസ്സേജ് പോലെ കാണിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷൻ കൂടിയുണ്ട്. ലൊക്കേഷൻ വളരെ കൃത്യമായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ആ ഒരു ഫോണിൽ GPS എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഫോണിലെ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടായിരിക്കും കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ GPS ഒന്നും എനേബിൾ ചെയ്തിട്ടില്ല. ഞാൻ 2 കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരൊറ്റ ഫോണിൽ തന്നെയാണ്.
ഇങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഫോണിൽ OTP ചെല്ലാതെ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു ഫോൺ എവിടെയാണെന്നുള്ള കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടോ ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.